സോറി സർ, ഓൺലി 25 bucks. 25 രൂപ ചിലവായി പോയി. സാറ് വേണമെങ്കിൽ എൻ്റെ സാലറി ഒന്ന് കട്ട് ചെയ്തോളൂ. മാർക്കറ്റിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ആ നാൻസി അവൾക്കും കൂടെ വരണമെന്ന് ഒരേ നിർബന്ധം. സാർ ഞാൻ മോശമാണ് വേണ്ടാന്ന് ഞാൻ കുറേ പറഞ്ഞതാ, സമ്മതിച്ചില്ല. വാണ്ട് ടു ഡു ബിക്കോസ് ഷീ ഈസ് മൈ വീക്ക്നെസ്. ദാറ്റ് ഈസ് വൈ ഞാൻ അവളെ കൊണ്ടുപോയി ക്യൂടെക്സും കുപ്പിവെള്ളം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പണങ്ങി പോകുമ്പോൾ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. സാറ് തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ തമ്മിൽ ലവ് ഒന്നുമല്ല. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഫ്രെഡി. സാറ് ചോദിക്കുന്നത് എന്തിനാ? സാറ് നോക്കുന്ന എന്റെ മനസ്സിലേക്കല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാം മനസ്സിലാവും. എടോ, താൻ ഈ കറിയിൽ ഉപ്പിട്ടിട്ടില്ല. സോറി സർ. ഫ്രെഡി, ഫോൺ എടുക്ക. ഇവിടെ. ഹലോ, ആ ഉണ്ടല്ലോ സാറേ, റോയ് സാറാ. ഹലോ റോയ്. രേഷ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? വീണ്ടും വയലന്റ് ആയി. സാരമില്ല, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്ത് അങ്ങോട്ട് വന്നാലോ? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ വെറുതെ worried ആവണ്ട. നിനക്കെന്തെങ്കിലും സൂചന കിട്ടിയോ? രേഷ്മയുടെ അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ തിരക്കി. അവർക്കാർക്കും ഒരു ഐഡിയ ഇല്ല. ആഷ എന്ന് പറയുന്നൊരു ഫ്രണ്ടുമായിട്ടാണ് അവളന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. ആ കുട്ടിയുടെ പേരൻസ് വന്നിരുന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോയി എന്ന് പറഞ്ഞു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. രേഷ്മയിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ ശ്രമിക്കാം. ആ, പിന്നെ അവളുടെ ഒരു ഡയറി ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നിനക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാലോ? ഞാൻ മറിച്ചു നോക്കി, പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൾ വരച്ച അൺഫിനിഷ്ഡായ ചില സ്കെച്ചസ്, കുറേ കവിതകൾ, പിന്നെ മരിച്ചുപോയ അമ്മച്ചിയുടെ പേർക്ക് എഴുതിയ കുറേ കത്തുകൾ, അതൊക്കെ അവളുടെ ഒരു ഹോബിയായിരുന്നു. ചില അബ്സർഡിറ്റീസ്. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറെ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ആണോ? എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. കേസ് ഓഫ് ഹാലുസിനേഷൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു, പറഞ്ഞുകൂടി കളിയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങിന്ന് പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടി, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ, കുതിര മുതിര തിന്നുന്നു. അയ്യോ, അവൻ വീട്ടിൽ ചവിട്ടുന്നു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. അതൊരു കുതിരയുടെ പേര്. അളിയൊരു കുതിരപ്പന്തി നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി, അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ, വീടളിയാ, കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രീക്ക് പാഞ്ഞു വരുന്നത്. അവൻ എന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ. മാരിയപ്പന്റെ കുതിര, ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല. പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. ഓപ്പറേറ്റ് ചെയ്യാം. കുതിര ഇവിടെ കിടന്നോട്ടെ. അയ്യോ, ഓപ്പറേഷൻ വേണ്ട. അയ്യോ, കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. കുതിര വയറിന്റെ ചുവരുമേ നക്കുന്നു. ഇക്കിളി. ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ട് എവിടെ? റേസിന് പോയോ? ഇതാണോ? അല്ല. ദാ നിൽക്കുന്നു, കണ്ടോ?
അത് കറുത്ത കുതിരയല്ലേ? ആ. ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. അയ്യോ! ഏയ്, അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇല്ല. ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. ഇല്ല, ഇല്ല. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു. അല്ല. എന്നെയും കൊണ്ട് ഓടാൻ ഏയ്, പോകുന്നു. ഏയ്, നിക്ക്. ഏയ്, അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ. ഇവിടെ മുതലാണ് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കടലുമായി എന്തോ കണക്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ഇത് സീ ഫോബിയ തന്നെ ആവാനാണ് സാധ്യത. ഫോബിയ പലതുമായും ബന്ധപ്പെട്ട് വരാം. വസ്തുക്കളോ നിറങ്ങളോ ശബ്ദങ്ങളോ എന്തും. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഭവത്തെ മനസ്സ് മറ്റൊന്നിലേക്ക് മാറ്റിക്കളയും. ആ സംഭവം നടന്ന ചുറ്റുപാടിലുള്ള എന്തിലെങ്കിലും ആയിരിക്കും മനസ്സേറി പിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സെയിമായിട്ടാണ് അസോസിയേഷൻ. രേഷ്മ, ഇതൊക്കെ ആരാന്ന് നോക്കി? മോക്ക് എന്നെ മനസ്സിലായോ? രേഷ്മയ്ക്ക് എന്നെ മനസ്സിലായോ? രേഷ്മ ആദ്യമായിട്ട് കടൽ കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായൻ പറഞ്ഞു. ആണോ? പിന്നെ ഇച്ചായൻ്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട്. അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടിയുണ്ടായിരുന്നില്ല. തീരെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു, അല്ലേ? പിന്നെ എപ്പോഴാണ് കടൽ കാണുമ്പോൾ പേടിയാക്കാൻ തുടങ്ങിയത്? കോളേജിൽ വെച്ച് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നല്ലേ? അന്ന് എക്സാം കഴിഞ്ഞ് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ പോയി. രേഷ്മ, റിലാക്സ്, റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി, റിലാക്സ്. She is not responding. She is resisting. സാരമില്ല, നമുക്ക് സാവധാനം ചോദിച്ച് മനസ്സിലാക്കാം. ബീച്ചിൽ എന്താണ് നടന്നതെന്ന് ആ കുട്ടി എന്നോട് മണി പോലെ പറയും. കാണണോ? മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിന്റെ ടേബിൾ ടെന്നീസ് കളിയൊന്നുമല്ല. അതിന് നിങ്ങളുടെ മനഃശാസ്ത്രവും ഡിഗ്രി ഒന്നും വേണ്ട. കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നമ്മളിപ്പോ നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു. ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു. ഉദാഹരണത്തിന്, ആ കുട്ടിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക.
അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈറ്റ് ഷോയ്ക്ക് പോകുന്നു. തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. രണ്ടുപേരും കൂടി നടക്കുന്നു. കൂരാ കൂരിരുട്ട്. ഒരു കാറിൽ 4-5 റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. ആ ഷോക്കിൽ നിന്ന് അവളുടെ സമനില തെറ്റുന്നു. ഇതേത് സിനിമയിലെ കഥയാ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഈ കഥയിൽ ബീച്ച് എവിടെ? ഓ, ബീച്ച് വേണോ അല്ലേ? ശരി, ബീച്ചുള്ള വേറൊരു കഥ പറയാം. ആ കുട്ടിയും കൂട്ടുകാരികളും കൂടി ഒരു സന്ധ്യയ്ക്ക് ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോകുന്നു. നിർത്ത. നിന്റെ ഈ പുളുക്കഥയൊന്നും കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. പുളുക്കഥ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന സാറൊന്ന് നോക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ മോളല്ലേ ഞാൻ. വേറൊരു സൈക്കാട്രിസ്റ്റിന്റെ പെണ്ണല്ലേ. ആ കുട്ടിയുമായി ഞാനിന്ന് കമ്പനി അടിക്കാൻ പോവാ. വിത്തിൻ 24 hours നടന്ന എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചു തരാം. താനൊന്ന് ശ്രമിച്ചു നോക്ക്. രേഷ്മ, രേഷ്മ, കുട്ടിക്കെന്നെ ഓർമ്മയുണ്ടോ? കുട്ടിയുടെ കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് MA ഡേ സ്കോളറാ. നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ക്യാൻറ്റീനിൽ വെച്ച്. സുനന്ദ ഉണ്ടായിരുന്നു കൂടെ. സുനന്ദ അറിയില്ലേ? കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ. പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്താ ഇരുന്നത്. ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ? കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ഓർമ്മ വരുന്നുണ്ടോ? ആ, അതിന് കൊച്ചുകൊടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത്? അത് ശരി, തള്ളയുടെ വട്ടുദൂരം മാറിയില്ല അല്ലേ? എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ചെല്ല് പോ. വാ രേഷ്മ, വാ. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്ക് ഇടാം, ചങ്ങലിക്ക് ഭ്രാന്ത് പിടിച്ച യൂണിഫോം ഇടാം. ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ വരാം. ദൂരെങ്ങും പോണ്ട, ബി കെയർഫുൾ. ഇല്ല, വീട്ടിലുണ്ടാവും. എന്താ മാസ്റ്ററെ കുട്ടികളൊക്കെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നത്? നിങ്ങൾ വേണ്ട അതൊക്കെ ശ്രദ്ധിക്കാൻ. ഡാഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ക്ലാസിക് പെയിന്റിങ്സ്. കുട്ടിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ. വേണമെങ്കിൽ കൊണ്ടുപോവാം. കുട്ടി കവിത എഴുതുമല്ലേ? എനിക്കും എഴുതണമെന്ന് മോഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, തലയിൽ കളിമണ്ണായിപ്പോയി. പാടാനും അറിയാം കുട്ടിക്ക് അല്ലേ? ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ? കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഐ മീൻ എനി ബോയ് ഫ്രണ്ട്? താങ്ക് യു ഡോക്ടർ. ശരി. ആനി, അരുൺ? യെസ്, മേ ബി ഹർ ക്ലാസ്മേറ്റ് ഓർ എ ഫ്രണ്ട്. അവളുടെ ഓടിയുള്ള ആ വരവിൽ, ആ വിളിയിൽ അരുണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് എ ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പ്. ഒരുപക്ഷെ ലവ് അഫെയർ ആകാം. അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷയുള്ളതുപോലെ. റീനയോടൊന്നും അവൾ ഒളിച്ചു വയ്ക്കാത്തതാണ്. എന്നിട്ടും ഇങ്ങനൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം. ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു നോക്കി. പക്ഷെ അവളൊന്നും പറയുന്നില്ല. Then? അരുണിനെ കണ്ടുപിടിക്കാം നമുക്കാദ്യം. Excuse me. Yes? We would like to meet Mr. Arun. Is he staying here? No. He is playing here. ഇവിടുത്തെ മ്യൂസിക് ട്രൂപ്പിലെ ഡ്രമ്മർ. Oh, you mean the legends? മിസ്റ്റർ അരുൺ ആ ട്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാറില്ല. മിസ്റ്റർ അരുൺ എവിടെയുണ്ട് ഇപ്പോൾ? സോറി സർ, എനിക്കറിയില്ല. ബെറ്റർ യു ആസ്ക് ദ ലെജൻഡ്സ്. താങ്ക് യു. Excuse me. Yes?
മിസ്റ്റർ അരുണിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ആരാ? ഐ ആം ഡോക്ടർ സണ്ണി ആൻഡ് ദിസ് ഈസ് ഡോക്ടർ റോയ്. മിസ്റ്റർ അരുൺ? Would you like to have a drink? No, no thanks. I mean, you're a drummer. He is our drummer, Charlie boy. Hello. നേരത്തെ നിങ്ങളുടെ ഡ്രമ്മറായിരുന്ന മിസ്റ്റർ അരുൺ. സോറി ജെന്റിൽമൻ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അരുൺ അറിയില്ല. നിനക്കറിയാവടാ? I don't know. You know him? No. How about you? No. എവിടെയാണെന്നോ എന്ത് സംഭവിച്ചെന്നോ എനിക്കറിയില്ല. 1 മാസമാവുന്നു അവനെ കാണാതായിട്ട്. ഇനി തിരക്കാനൊരിടവും ബാക്കിയില്ല. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ചോദിക്കുമ്പോഴൊക്കെ അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറയും. ദിവസവും പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കും, എന്റെ മോനൊരു ആപത്തും വരുത്തല്ലേ കർത്താവേന്ന്. രേഷ്മ അയാളുമായി അടുപ്പത്തിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. എനിക്കറിയാം, അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവന്റെ കൂടെ ഇവിടെ വന്നിരുന്നു. നല്ല പ്രകൃതം, എനിക്കിഷ്ടമായി. അവളിപ്പോ മെന്റൽ ഹോസ്പിറ്റലിലാണ്, നല്ല സുഖമില്ല. ദൈവമേ, എന്തു പറ്റിയ കുട്ടിക്ക്? അറിയില്ല. അരുണിനെ കാണാതായതും രേഷ്മയുടെ അസുഖവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അവരെന്റെ മോനെ കൊന്നു കാണുമോ? ആര്? അരുണിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. നമുക്ക് അരുണിനെ കണ്ടുപിടിക്കണ്ടേ? അതൊരു മ്യൂസിക് ട്രൂപ്പൊന്നുമല്ല, മാഫിയ സംഘ. ആ ഹോട്ടലിലെ മുതലാളി തന്നെ അതിന്റെ നേതാവ്. മ്യൂസിക് പ്രോഗ്രാം എന്ന് പേരേ ഉള്ളൂ. കള്ളക്കടത്തായിരുന്നു. ദുബായിക്കും സിംഗപ്പൂർക്കും ഒക്കെ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനകത്ത് മയക്കുമരുന്ന് വെച്ച് കടത്തുക. അവനും കുറെ കാലം അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ അവരുമായി തെറ്റി. രേഷ്മയുമായിട്ട് അടുപ്പമായതിനു ശേഷം അത് ആ കുട്ടി നിർബന്ധിച്ചപ്പോ അവൻ അതൊക്കെ അങ്ങ് നിർത്തി. അതോടെ അവർക്ക് അവനോട് വൈരാഗ്യമായി. പിന്നെ ഭീഷണിയും ഫോണിൽ കൂടെയുള്ള വെരുട്ടലും, ഒരു സ്വൈരവും ഉണ്ടായിരുന്നില്ല. ഈ കാര്യമൊക്കെ അമ്മ പോലീസിൽ അറിയിച്ചില്ലേ? ഞാനൊന്നും പറയാൻ പോയില്ല. അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉള്ള സ്വൈരം കൂടി ഇല്ലാതാക്കണ്ടല്ലോ. വന്നിട്ട് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. ഞാൻ ചായ എടുക്കാം. റോയ്, the worst has happened. ഇപ്പൊ എനിക്കെല്ലാം ക്ലിയർ ആകുന്നുണ്ട്. കടലും അരുണിന്റെ മിസ്സിങ്ങും. ഇനി നമുക്ക് രേഷ്മയിൽ നിന്ന് തന്നെ എല്ലാം അറിയാം.